ഒരിക്കൽ ഹനുമാൻ സ്വാമിയും പ്രഭു ശ്രീരാമന്റെ പുത്രന്മാരായ ലവകുശന്മാരും വനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ലവകുശന്മാർ ഹനുമാൻ സ്വാമിയോടൊരു സംശയം ചോദിച്ചു. അല്ലയോ മഹാബലി, ഒരാൾക്ക് നല്ല കരുത്തുണ്ടെങ്കിൽ ലോകത്തിലെ ഏത് കെട്ടുപാടുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലേ? ശക്തിയല്ലേ എല്ലാറ്റിനും മുകളിൽ? ഹനുമാൻ സ്വാമി ശാന്തനായി മറുപടി പറഞ്ഞു. അല്ല പുത്രന്മാരെ, കായികബലം കൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാവില്ല. ബുദ്ധിയും ക്ഷമയും ചേരുമ്പോഴേ ശക്തിക്ക് മൂല്യമുണ്ടാകൂ. അതറിയാൻ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ഒരിക്കലൊരു വേട്ടക്കാരൻ വിരിച്ച വലയിൽ ഒരു കൊച്ചു സിംഹക്കുട്ടി കുടുങ്ങിപ്പോയി. തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവൻ വല കടിച്ചു കീറാനും കുതറി മാറാനും ശ്രമിച്ചു. പക്ഷേ ഓരോ തവണ ശ്രമിക്കുമ്പോഴും വല കൂടുതൽ മുറുകിക്കൊണ്ടേയിരുന്നു. തന്റെ ശക്തി അവിടെ ഫലിക്കില്ലെന്ന് അവന് മനസ്സിലായി. ആ സമയം ഒരു ഋഷിമുനി അതുവഴി നടന്നു വരികയായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ സിംഹക്കുട്ടി അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ ഋഷിമുനി, അങ്ങന്റെ വംശക്കാരെ കാണുകയാണെങ്കിൽ ഞാൻ ഈ വലയിൽ തടവിലാണെന്ന കാര്യം ഒന്ന് അറിയിക്കാമോ? തുടർന്ന് സന്യാസി സിംഹക്കൂട്ടത്തിന്റെ അടുത്തെത്തി വിവരം അവരോട് പറഞ്ഞു. ഇത് കേട്ട നിമിഷം കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്ന അറിവുള്ള ഒരു വൃദ്ധ സിംഹം പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ശ്വാസമടക്കി മരിച്ചതുപോലെ കിടക്കുകയും ചെയ്തു. ഇത് കണ്ട സന്യാസിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ഈ വിവരം പോയി സിംഹക്കുട്ടിയോട് പറഞ്ഞു. നീ പറഞ്ഞ വിവരം കേട്ടയുടനെ നിന്റെ കൂട്ടത്തിലെ കാരണവർ മരിച്ചു വീണു. ബുദ്ധിയുള്ള സിംഹക്കുട്ടിക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലായി. തന്റെ മുതിർന്നവർ കാട്ടിത്തന്ന വഴി അതായിരുന്നു. ഇത് കേട്ടയുടൻ ആ സിംഹക്കുട്ടിയും ഉടനെ വലയ്ക്കുള്ളിൽ ശ്വാസമടക്കി ശരീരം തളർത്തി മരിച്ചതുപോലെ അഭിനയിച്ചു. അല്പം കഴിഞ്ഞ് വേട്ടക്കാരൻ വന്നപ്പോൾ അനക്കമില്ലാതെ കിടക്കുന്ന സിംഹക്കുട്ടിയെ കണ്ടപ്പോൾ അയാൾക്ക് നിരാശയായി. ഈ സിംഹക്കുട്ടി മരിച്ചുപോയല്ലോ, ഇനി ഇതിനെക്കൊണ്ട് എനിക്കൊരു ഉപയോഗവുമില്ല എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ സിംഹക്കുട്ടിയെ വലയിൽ നിന്ന് പുറത്തെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. താൻ സ്വതന്ത്രനായെന്ന് മനസ്സിലാക്കിയ നിമിഷം ആ സിംഹക്കുട്ടി മിന്നൽ വേഗത്തിൽ എഴുന്നേറ്റ് കാട്ടിലേക്ക് ഓടി മറഞ്ഞു. തുടർന്ന് ഹനുമാൻ സ്വാമി കഥ അവസാനിപ്പിച്ച് ലവകുശന്മാരോട് പറഞ്ഞു, സിംഹക്കുട്ടി തന്റെ ശക്തി ഉപയോഗിച്ചപ്പോൾ വലയിൽ കൂടുതൽ കുടുങ്ങിയതേ ഉള്ളൂ. മരിച്ചതുപോലെ അഭിനയിക്കുക എന്ന ബുദ്ധി പ്രയോഗിച്ചപ്പോൾ അവൻ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു. ശരിയായ സമയം വരുന്നതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയാണ് ആ സിംഹക്കുട്ടിയെ രക്ഷിച്ചത്. പ്രതിസന്ധികളിൽ തളരാതെ കരുത്തിനൊപ്പം ബുദ്ധിയും ചേർത്ത് പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ വീരൻ. ലവനും കുശനും ആ വലിയ സത്യം മനസ്സിലാക്കി ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഹനുമാൻ സ്വാമിയുടെയും ലവകുശന്മാരുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ബജ്രംഗ് ബലി.